പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർഗ്ഗങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേര് അന്നു വേണ്ട ആഹാരം എന്ന അവർ ഡെയിലി ബ്രെഡ്. ഇപ്പം ഡെയിലി ബ്രെഡ് എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ശുശ്രൂഷ ഉണ്ട്. നമ്മുടെ പേര് അവർ ഡെയിലി ബ്രെഡ് എന്ന്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ ദൈവാനുഗ്രഹം പ്രാപിക്കാനാണ് നമ്മൾ നിയോഗം വെച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലുള്ള ദൈവിക പ്രാർത്ഥന. കർത്താവേ, ഞങ്ങൾ അല്പസമയം മുമ്പ് നിയോഗം വെച്ച വിഷയങ്ങൾ അങ്ങയുടെ മക്കൾ ലോകം മുഴുവനും നിയോഗം വെച്ച എല്ലാ വിഷയങ്ങളെയും ഞാൻ അങ്ങയുടെ ഉന്നതമായ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അങ്ങയുടെ മക്കൾ ഇപ്പം നിയോഗം വെച്ച വിഷയത്തിന് മേൽ കർത്താവ് ഇന്ന് തന്നെ അല്ലെങ്കിൽ ഈ ആഴ്ചയിലാണ് അടയാളം കിട്ടണമെങ്കിൽ കർത്താവ് താമസം വിന അവർക്ക് അടയാളം നൽകി അവർക്ക് കർത്താവ് എല്ലാവർക്കും ഇത് ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൻ്റെ ഒരു
ശ്വസിക്കണ പോലെ തോന്നണം, അവർ പ്രാണവായു പോലെ തോന്നണമേ കർത്താവേ. അവർക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ ഈ പ്രാർത്ഥനയോടെ നിങ്ങൾ ഒരുക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, ജീവിത ഒരു പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഭക്തിയും വിശ്വാസം കുറഞ്ഞു പോണ അത്രയും വൈകാരികമായിട്ട് ആ വിഷയങ്ങളെ കാണുന്നവരുണ്ട് ഈശോയെ. കർത്താവേ, അവരെയൊക്കെ നീ തീർച്ചയായിട്ടും അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ അതൊക്കെ ജീവിച്ചിരിക്കത്തില്ല. അഥവാ ജീവിച്ചിരിക്കണമെങ്കിൽ തന്നെ ചത്തതുപോലെ ജീവിക്കും. കർത്താവേ, നിൻ്റെ വലിയ സ്നേഹത്താൽ. അതുപോലെ വിവാഹം ഒത്തു വരുന്നില്ലല്ലോ, എല്ലാവർക്കും ജീവിത പങ്കാളികളായല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന പുരുഷനെയും സ്ത്രീയും ഉണ്ട് കർത്താവേ. അവിടെയൊക്കെ മനോവികാരങ്ങളും മനോനൊമ്പരങ്ങളും എന്നൊക്കെ അപർണനീയവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുമാണ് കർത്താവെ. ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തത് നിനക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പൂർണ്ണമായ അനുഭവം കൊണ്ട് തിരിച്ചറിയുന്ന കർത്താവെ. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ. മക്കളെ നീ സ്വച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പഠനങ്ങളെ കുറച്ചുപേരെ പരീക്ഷ തീരാൻ പോകുന്നു, കുറച്ചുപേര് വീണ്ടും പരീക്ഷ കണ്ടിന്യൂ ചെയ്യുന്നു കർത്താവെ. എല്ലാവരെയും അവർക്കൊരു ഉപരി വിദ്യാഭ്യാസം കിട്ടുന്ന രീതിയിൽ കർത്താവെ എങ്ങനെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കഴിവല്ല, അവർക്ക് അനുതാപവും അച്ചാത്തവും ഉണ്ട്. ഇനി ഞങ്ങൾക്ക് പഠിക്കാനൊരു അവസരം കിട്ടിയാൽ, ഞങ്ങൾ ഈ പരീക്ഷയിൽ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കർത്താവെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന മക്കളുണ്ട്. അവരെ നീ പ്രത്യേകം സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു പിടിമണ്ണില്ലാത്തവർ, ഒരു കൂര കുത്താൻ ഇടമില്ലാത്തവരുണ്ട് ഈശോയെ. അതേസമയം തന്നെ കർത്താവ് വാടകയ്ക്ക് വന്നിട്ട് ഇറങ്ങിപ്പോകുന്നില്ലെന്ന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് ഈശോയെ. അത് പോലീസ് വഴക്കം കേസൊക്കെ ഇട്ട് മാറുന്നുണ്ട് ഈശോയെ. അതേസമയം തന്നെ കർത്താവ് പല സങ്കടങ്ങളിൽ പ്രതിരോധിക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ ഭയങ്കരമായ അൺജസ്റ്റ് അഗ്രസീവ്നെസ് പോലെയുള്ള അനീതിയും അക്രമങ്ങളും നടക്കുന്നുണ്ട് ഈശോയെ. ബലഹീനന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഈശോയെ. കർത്താവ് ഇന്ന് ഈ ആഴ്ചയിൽ യാത്ര ചെയ്യുന്നുണ്ട് ഈശോയെ. ഈ യാത്രയിൽ ഓരോരോ വിഷയങ്ങളിലെ പുതുതായിട്ട് കർത്താവ് ഉത്തമ ബോധ്യത്തോടെ പുതുതായിട്ട് സംരംഭങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ട് ഈശോയെ. പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുള്ളവരുണ്ട് ഈശോയെ. തുടങ്ങാമെന്ന് ആലോചിച്ചുകൊണ്ട് ബാങ്കിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ഈശോയെ. ഭയങ്കര ചെന്നിട്ട് ഒരു കാര്യങ്ങളും കർത്താവ് അടുപ്പിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഈശോയെ. പക്ഷേ ചെയ്താൽ വിജയിക്കുന്ന ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വിഷയത്തിനും വരും കർത്താവെ. അങ്ങ് തന്നെ ഇടപെട്ടവരെ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് രോഗികൾ ആശുപത്രി കിടക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ രോഗികളിൽ നിന്ന് ടെസ്റ്റിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള FNAC ടെസ്റ്റിനും സാമ്പിൾ ടെസ്റ്റിനും ഒക്കെ പോകുന്നുണ്ട് ഈശോയെ. അവരൊരു കാരണവശാലും കർത്താവ് പോസിറ്റീവ് ആകല്ലേ, നെഗറ്റീവ് ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അവരെ എല്ലാം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ബൈസ്റ്റാൻഡറായിട്ട് അവിടെ കൂടെ പോകുന്ന പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും രോഗം സംഭവിച്ചാൽ മുടക്കാൻ ഒരു ഇഞ്ചക്ഷൻ്റെ കാശ് പോലും തങ്ങളുടെ കയ്യിൽ ഇല്ലയിൽ നിന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുന്നുണ്ട് ഈശോയെ. വലിയ സാമ്പത്തിക ബാധ്യതകൾ കുരുങ്ങിയിട്ട് കർത്താവ് അതിനുവേണ്ടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അതിനുവേണ്ടി ഒരു പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട് ഈശോയെ. അവരെല്ലാം ഇപ്പോൾ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിങ്ങളുടെ മുഴുവൻ പരിശ്രമങ്ങളെയും ഉദ്യമങ്ങളെയും നിങ്ങൾ ഇന്ന് റിസൾട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഇന്ന് വൈകുന്നേരത്തിൽ അറിയാൻ കഴിയുമെന്ന് പറയുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഉത്തരം കിട്ടാൻ ഇടയാക്കണമേ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടത്, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പറ്റാവുന്ന ഒരു ചെറിയൊരു അബദ്ധമുണ്ട്. ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് വരാം. ഉടമ്പടിയിലാകുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അടയാളം പ്രാപിക്കും, അടയാളം പ്രതീക്ഷിക്കുകയും ചെയ്യും. ഈ ആസ്തി വികസന കാലം എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. ആസ്തി വികസന കാലം. ആധ്യാത്മിക ആസ്തികൾ എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, വിശ്വസ്തത. ഇതൊക്കെയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ആസ്തികൾ എന്ന് പറയുന്നത്. ഈ ആസ്തി വികസിക്കുന്ന കാലത്ത് എന്തായിരിക്കും പറയാം? അടയാളം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറയണത് അടയാളത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. കാര്യം എന്താണ്? അടയാളത്തിന് അമിത പ്രാധാന്യം കൊടുത്താൽ നമ്മൾ അമിത പ്രാധാന്യം എന്തിന് കൊടുക്കുന്നുവോ അത് നമ്മുടെ ദൈവമായി മാറും. അപ്പം അടയാളത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അടയാളത്തിനാണ് നമ്മൾ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അടയാളങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്ഥാനം വരും. മർക്കോസ് 12:30 നീ നിന്റെ ദൈവമായ കർത്താവിനെ, മർക്കോസിന്റെ 12:30 പറയണത് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ. അയ്യോ, എല്ലാം പൂർണ്ണമാണ്. എന്തൊക്കെ തന്നെ? പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, പിന്നെന്താ? പൂർണ്ണ ഹൃദയം, കംപ്ലീറ്റ് മാൻ. അത് ദൈവത്തെ സ്നേഹിക്കാൻ ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വിശ്വാസം ദൈവം അക്സെപ്റ്റ് ചെയ്ത് റിജക്റ്റഡ് ആണത്. ഉറപ്പാണ്. 20 എടുത്തേ. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു,
അപ്പൊ മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. അപ്പൊ ചില സമയത്ത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ ദൈവം വരും. പക്ഷെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ദൈവമാണ് ആ വരണമെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ തെറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പക്ഷെ നമുക്കറിയത്തില്ല ദൈവമാണ് വരണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ അടയാളം ഇല്ലാത്ത കാലത്ത് വളരെ ശ്രദ്ധിക്കണം. മത്തായി 24:44. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. പ്രസൻസ് ഫീൽ ചെയ്യുന്നത്, മനുഷ്യപുത്രൻ വരുന്നത്. അതായത് നമുക്ക് ഇപ്പം അടയാളം കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമല്ലോ അവിടെ. പക്ഷെ അടയാളം ഇല്ലാത്ത സമയത്തും ദൈവം വരും. അടയാളം ഉള്ള സമയത്തേക്കാൾ ഭയങ്കര സീരിയസ് ടൈമാണ് അടയാളം ഇല്ലാത്ത കാലം. എന്താണ്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ആ ഒരു കംപ്ലീറ്റ് ബ്ലാങ്കിൽ എന്നുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ പോണത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വരുമാനം ഭൗതികമായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ വിശ്വാസം, അടയാളമില്ലാത്ത കാലത്ത് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, വിശ്വസ്തതയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ദൈവം ഉള്ള കൂടെ നിൽക്കുന്ന അടയാളം കാണിക്കുന്ന പോലെ അതിനേക്കാൾ മുറിച്ചവിടെ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ എന്നാ പറ്റും? ഒരു ടൈം കഴിയുമ്പോൾ അടയാളത്തിൻ്റെ കാലം കാണുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കാലം ഉണ്ടല്ല, എല്ലാത്തിനും കാലമല്ലേ. അതായത് സഭാപ്രസംഗിയുടെ 3-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. ഇപ്പം അടയാളം ഉള്ള കാലമുണ്ട്, അടയാളം ഇല്ലാത്ത കാലമുണ്ട്. ഇപ്പം കരയുന്ന കാലം, അടയാളം ഇല്ലാത്ത കാലമാകുമ്പോൾ ഈ കാലത്ത് നമ്മൾ എങ്ങനെയാണ് വിശ്വസ്തത കാണിച്ചത്? അതാണ് നമ്മുടെ ആസ്തി വികസനം വർദ്ധിപ്പിക്കുന്നത്. ലൂക്ക 1:47. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുക. ക്രിസ്തുവിലാണ് ആനന്ദം. അപ്പോൾ ക്രിസ്തുവിൽ തിരുവുദ്ധാനമുണ്ട്, ദുഃഖവെള്ളിയാഴ്ചയുണ്ട്. പക്ഷെ രണ്ടിനെയും ഒരേ രീതിയിൽ ആ ക്രിസ്തുവിനെ ക്രിസ്തുവാക്കുന്ന ഇപ്പം നമ്മളെ തന്നെ സപ്ലിമെൻ്റ് ആക്കുന്ന, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ശക്തിയുടെ സ്രോതസ്വരൂപങ്ങളില്ലേ, അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനന്ദം ഉണ്ടാകണത്. ഇപ്പോൾ ഒരു സങ്കടം ഉണ്ടായി, ഇപ്പോൾ രോഗമുണ്ടായി, ഇപ്പോൾ എനിക്ക് കുറച്ച് രോഗങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണത് എന്താണ്? കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ കൂടെ കൂട്ടി വെക്കുമ്പോൾ ഇത് ക്രിസ്തുവിലൊരു ആനന്ദമായിട്ട് ഇത് മാറുന്നു. ഈ ലോകത്തോടൊരു അറ്റാച്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, ഇതുപോലെ തന്നെ ഈ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാസന, നിധിയ, സമാധിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരു ആനന്ദം ഉണ്ടാകും. അത് ദൈവത്തിൻ്റെ ഒരു ഭാവമായിട്ടാണ് ഭാരതീയ ദൈവശാസ്ത്രം എടുക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകണം, ലോകത്തിലായിരിക്കുകയും ലോകത്തിൻ്റെതല്ലാതായിരിക്കുകയും ചെയ്യണം. അതാണ് പരിശുദ്ധ അമ്മയുടെ ഒരു നിലപാട്. യോഹന്നാന്റെ സുവിശേഷം 17:15 ഇതേ ഒരു ആശയം വരുന്നുണ്ട്. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ക്രിസ്തു അങ്ങനെ ഇവിടെ ജീവിച്ചതേ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. കാരണം ലോകത്തിൻ്റെ സന്തോഷമാണെങ്കിൽ അത് ആ സാഹചര്യം മാറുമ്പോൾ എടുത്തു കളയും. അപ്പം ദൈവ സന്തോഷമാണ് ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം എന്ന് ഈശോ പറഞ്ഞില്ലേ, അതാണ് ദൈവ സന്തോഷം. അപ്പം ക്രിസ്തുവിനെ ആണ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതത്തെ നമ്മൾ ശരിക്കും അതിൻ്റെ ഊടും പാവും നെയ്യേണ്ടത്. അല്ല ക്രിസ്തുവിനെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ജെയ്സൺ എന്നുള്ള സാക്ഷ്യം പറയുന്ന ആൾ പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, കാരണം അത് ആധ്യാത്മികമായി മനസ്സിലാക്കേണ്ടതാണ്. ആധ്യാത്മിക അനുഭവം ഉള്ളവർക്കേ എൻ്റെ ഫീലിംഗ് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മൾ പൊതുവെ വിചാരിക്കാത്ത, ഇപ്പം നമ്മൾക്കുള്ള എങ്ങനെയാണ്, നമുക്ക് പ്രാർത്ഥിച്ച ഒരു സംഭവം കിട്ടിയ സന്തോഷം, പക്ഷെ അത് ദൈവത്തിൻ്റെ സന്തോഷമല്ല, അത് ലോകത്തിൻ്റെ സന്തോഷമാണത്. അത് ദൈവമായിട്ടുണ്ടാകുന്ന സന്തോഷമല്ലത്. അത് എടുത്തു കളയാൻ പറ്റുന്നത് കൊണ്ടാണ് ഈശോ പറയണത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. ജോലി കിട്ടിയപ്പോൾ സന്തോഷം, പക്ഷെ ട്രാൻസ്ഫർ വന്നപ്പോൾ ദുഃഖം. അതാണ് വിഷയം. അത് എടുത്തു കളയാം. ട്രാൻസ്ഫറിന് നിൻ്റെ സന്തോഷം, ജോലി കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം ട്രാൻസ്ഫറിന് എടുത്തു കളയാൻ പറ്റും. അപ്പോൾ പക്ഷെ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിച്ച് അഭിഷേകം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ ഉള്ളതാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളയാത്തുള്ള കാലം വേറെ ആർക്കും നമ്മളിൽ നിന്ന്
നമ്മുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റത്തില്ല. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും ഓരോ നിമിഷവും ആരെല്ലാം എന്തെല്ലാം ബന്ധങ്ങളിലെ കർത്താവേ വേദനിക്കുന്നുണ്ടോ അവരെല്ലാം ഈ നിമിഷം അവരുടെ വേദനകളെല്ലാം യേശുവിന്റെ നാമത്തിന് മഹത്വത്തിന് അവരുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, കഴിഞ്ഞു മാറട്ടെ, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. അതിരികള് കർത്താവേ അങ്ങ് വിലക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക സ്വാധീനങ്ങളെ, ആഭിചാരദോഷങ്ങളാൽ അങ്ങേ വേദനിക്കുന്ന മക്കളുടെ അതിരികളെ യേശുവിന്റെ നാമത്തിൽ വിലക്കുന്നു. യേശുവിന്റെ വിശുദ്ധമായ ആ ഭവനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും രക്തം പെയ്തിറങ്ങട്ടെ. യേശുനാമത്തിന്റെ യേശുവിന്റെ രക്തം കർത്താവേ എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ കർത്താവേ വിട്ടൊഴിഞ്ഞു മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. മാരക രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരള് രോഗങ്ങളെ, കിഡ്നി രോഗങ്ങളെ, ഹൃദയ രോഗങ്ങളെ, ബ്ലോക്കുകളെ, മൊത്തത്തിലെ കല്ലുകളെ യേശു നാമത്തിലെ പോകട്ടെ. സൗഖ്യങ്ങൾക്ക് തത്സമയ സൗഖ്യങ്ങൾക്ക് നന്ദി പറയുന്ന കർത്താവേ ഞങ്ങളെ സാക്ഷികളായി വെക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്പർശിക്കണമേ, യേശുവേ സ്പർശിക്കണമേ. കർത്താവേ അങ്ങയുടെ വിശുദ്ധമായ രക്ത കർത്താവേ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളിലെ കർത്താവെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ജീവിക്കാൻ മാർഗമില്ലാതെ ഓരോ കച്ചവടങ്ങൾ ചെയ്യുന്നവരെ കർത്താവെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടഞ്ഞുപോയ കടകൾ കർത്താവെ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മാസങ്ങളായി കർത്താവെ ആശുപത്രി കഴിയുന്നവര് മരുന്നുമായിട്ട് കഴിയുന്നവര് കർത്താവെ നല്ലൊരു ആഹാരം കഴിക്കാനും ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകൾ, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, വാദ്യ രോഗികള് യേശുവിന്റെ നാമത്തിൽ രോഗികളെ അങ്ങ് സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. സ്പോണ്ടിലോസിസ് രോഗികളെ അങ്ങയുടെ ദൃശ്യനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന തൈറോയിഡ് രോഗികളെ കർത്താവെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവെ ടോൺസിൽ രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ വലിയ ശക്തി കർത്താവെ തൊണ്ടയിൽ അസുഖമുള്ള എല്ലാവരുടെയും കർത്താവെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരെക്കാരെയും ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയ മക്കളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കിഡ്നി കല്ലുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കിഡ്നി പ്രവർത്തിക്കാത്തവരെ കിഡ്നി ചുരുങ്ങിയവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഗർഭപാതം സിസ്റ്റുള്ളവരെ സ്വന്തം പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവെ ട്യൂബിൽ ഗർഭം ധരിക്കുന്നവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാമത്തിൽ മാറിപ്പോകട്ടെ. ഗർഭപാതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവേ കൃപാസന ധ്യാനത്തിന് പങ്കെടുക്കുന്നവർക്ക് കൃപകൾക്ക് നന്ദി പറയുന്നു. ശിവേ ആരാധന, ശിവേ സാക്ഷികളായി കർത്താവേ വലിയ വിദൂര യാത്ര കർത്താവേ ഡേറ്റ് ഫിക്സ് ചെയ്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എംബസിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിസ ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. IELTS MOH ഹാദ് പോലെയുള്ള കർത്താവേ യോഗ്യത മത്സര പരീക്ഷകളുടെ PSC ഉൾപ്പെടെയുള്ള എല്ലാ മത്സര പരീക്ഷകളുടെ കർത്താവേ അതായിരിക്കുന്നവര് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് റിസൾട്ട് വിദ്യകളിലായി പോയവര് മുടിയുള്ള കർത്താവേ 1-2 മുടി നഷ്ടപ്പെട്ടവരെല്ലാം കർത്താവേ നീ വരി വിഷ കൊടുത്തിട്ടുള്ളവരെ എല്ലാം കർത്താവേ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ കർത്താവേ not by merit but by grace of Jesus യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവേ അങ്ങനെ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ ഉയർച്ചയുടെ പിന്നെ യോഗ്യതയാൽ ആരോഗ്യ തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന സ്തോത്രം ദൈവമേ കർത്താവേ സ്പർശിക്കുന്നു യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്പർശിക്കണമേ നാളികേര കർഷകരെ കൃഷികളെ കർത്താവേ, അതുകൊണ്ട് കുടുംബം ജീവിക്കുന്നവരെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ മണ്ണിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തിലെ ജീവിക്കാനുള്ള വഴികളെ കർത്താവേ, കന്നുകാലികളെ വളർത്തി ജീവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ രോഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ കൊടുക്കുന്ന ഭക്ഷണം അനുസരിച്ചുകൊണ്ട് അവർക്ക് കർത്താവ് വരുമാനം കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലതരം കഴിവ് കർത്താവെ ജീവിക്കാൻ വേണ്ടി ഒത്തിരിയേറെ കുടിൽ വ്യവസായങ്ങൾ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിടെ കുഞ്ഞുങ്ങളെ പുറകെ കർത്താവെ അവർ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കന്നുകാലികളുടെ തൊഴുത്തിടങ്ങളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ ആശീർവദിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ, യേശുവേ ആരാധന. കടകമ്പോളങ്ങളെ വ്യാപാരശാലകളുടെ തടസ്സങ്ങളുള്ളവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ സ്പർശിക്കണമേ കർത്താവേ ആരാധന യേശുവേ മഹത്വം കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി കർത്താവേ കർത്താവേ ഏറ്റെടുക്കുന്ന നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളെ സാക്ഷികളായി മാറ്റുന്നു. ശരീരത്തിന്റെ അലർജി ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ലൈമറ്റ് അലർജി ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിന്റെ അലർജി ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പൊടിയുടെ അലർജിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആസ്മ രോഗങ്ങളെ ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങളെ കഴുകപ്പെടട്ടെ. യേശുവേ ആരാധന കർത്താവേ സ്പർശിക്കുന്നതിന് സൗഖ്യം നൽകുന്നതിന് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന അനധി വിദ്യൂരതകളിലെല്ലാം കർത്താവേ ആരാധനയിൽ അവർ ഈ ആഴ്ചയിൽ കർത്താവേ അവര് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകള് തീയതികള് ഈ ആഴ്ചയിൽ കർത്താവ് ഈ ആരാധന കൂടുന്ന ഈ ആഴ്ചയിൽ അവര് അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ രീതികള് അവരെ ഭയപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന ഉത്കണ്ഠപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ രീതികള് വ്യത്യസ്തമായ ആഭിമുഖ്യങ്ങള് കർത്താവിന് കൃപ നിറയട്ടെ. വ്യത്യസ്തങ്ങളായ സ്രാവരോഗികളെ, ചെവിന്റെ പഴുപ്പ് വരുന്നവരെ, മൂക്കിൽ നിന്നും വല്ലാതെ കർത്താവെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ, വെള്ളപ്പൊക്കിന്റെ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവരെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോയെ പീരീഡ്സ് കർത്താവ് നീണ്ടുപോകുന്നവരെ, പീരീഡ്സ് ഇല്ലാത്തവരെ പ്രാർത്ഥിക്കുന്നവരുടെ ഉദരത്തിൽ കർത്താവെ അത് സ്പർശിക്കണമേ. ഉദരത്തിൽ വ്യത്യസ്തമായ രോഗങ്ങളുള്ളവരെ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ ശക്തികൾ അതിലേക്ക് ആവശ്യിക്കട്ടെ. ആരാധന കർത്താവേ സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ സൗഖ്യത്തിന് നന്ദി പറയുന്ന കർത്താവേ ഈശോയെ ആരാധന യേശുവേ മഹത്വം യേശുവേ ആരാധന ഹല്ലേലൂയ 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 കർത്താവെ ഭാഗമുടമ്പടി നടക്കാത്ത പ്രാർത്ഥിക്കുന്ന വാഹനം എടുക്കുന്നവരും വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിതത്തിന്റെ മേൽഗതിക്ക് കർത്താവെ ആവശ്യമായി ഒരു റെക്കമെൻഡ് ചെയ്യാനോ ശുപാർശ ചെയ്യാനോ ആരുമില്ലാതെ വേദനിക്കുന്നവരെ അങ്ങയുടെ അമ്മയെ അയച്ചുകൊണ്ട് അവരെ ശുപാർശ ചെയ്യിച്ചുകൊണ്ട് കർത്താവെ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ ഞങ്ങളെ അങ്ങ് സാക്ഷികളായി മാറ്റുന്നതിന് നന്ദി
പറയുന്നു കർത്താവേ. ഞങ്ങളെ സ്പർശിച്ചു നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, കോവിഡ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ ശ്വാസകോശങ്ങളുടെ വിശുദ്ധമായ രക്തത്താൽ കഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ 10,000 ഈ നിമിഷം സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ലോകമാസകലമുള്ള കോവിഡ് രോഗികളെ സൗഖ്യമാക്കണമേ. അവരെ സാക്ഷികളായിട്ട് കൃപാസനം അൾത്താരയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഓ ഈശോ, യേശുവേ ആരാധന. യേശുവേ ആരാധന. കർത്താവേ, കിടപ്പ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ പരിചരിക്കാൻ വേണ്ടി കർത്താവ് വീടും ജോലിയും നഷ്ടപ്പെട്ട് കർത്താവ് നിൽക്കുന്നവർ പ്രാർത്ഥിക്കുന്നു ഈശോ. സംഘൃതമായ കർത്താവേ, വളരെ സന്നിഗ്ധമായ ഒരു കുടുംബാന്തരീക്ഷത്തിലെ കർത്താവേ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കർത്താവേ, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ കർത്താവേ, കർത്താവേ വിഷമിക്കുന്നവരെ ഈ രാത്രിയിൽ കർത്താവേ തീരുമാനമെടുക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നന്ദി. യേശുവേ ആരാധന. കർത്താവേ, ആനുവൽ എക്സാമിന് വേണ്ടി കർത്താവ് ഒരുങ്ങുന്ന മക്കളെ, പല പല കാരണങ്ങളെ കൊണ്ട് കർത്താവേ പഠനം ഫ്ലോപ്പായി പോയ മക്കളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ എഴുതണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർ കർത്താവേ, ഈ എഴുതാൻ വേണ്ടി കർത്താവിനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ പോരായ്മകളെ കർത്താവെ അങ്ങ് പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കർത്താവെ, ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു മേൽഗതിയും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ നന്ദി കർത്താവേ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. 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 യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. ആരാധന. ശരീരത്തിൽ പാണ്ഡുരോഗികളെ അങ്ങ് സുഖപ്പെടുത്താൻ നന്ദി പറയുന്നു. കറുത്ത പാണ്ടുകൾ വെളുത്ത പാണ്ടുകളുള്ളവരെ കർത്താവ് വിശുദ്ധ രക്തത്താൽ ഈ നിമിഷം സുഖപ്പെടുന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. നീരോഗികളെ സ്പർശിക്കണമേ. നീരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോയ എല്ലാ മക്കളെയും കർത്താവെ സ്പർശിക്കണമേ. ഓ ദിവ്യമായ സ്നേഹമേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും സ്പർശിക്കപ്പെട്ടവരെ ആരാധന, കർത്താവേ നന്ദി, കർത്താവേ സ്നേഹം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി കർത്താവേ.
കർത്താവേ, ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ അങ്ങ് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, ഈശോയെ ഞങ്ങളെ സാക്ഷികളായി കർത്താവേ, കൃപാസന പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിര സാക്ഷികളായി ഞങ്ങളെ മാറ്റുന്ന നന്ദി പറയുന്നു. ഈശോയെ ആരാധന. കർത്താവേ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ അണിപ്പെടുതാർന്ന അത്ഭുതകരം കൊണ്ട് ഓരോ മക്കളെ ആയിരങ്ങളെ അങ്ങ് സാക്ഷ്യപ്പെടുത്താൻ വിവാഹത്തിൽ കർത്താവ് പിരിഞ്ഞു നിൽക്കുന്നവരെ ഇപ്പോഴൊക്കെ കാണിച്ചു തരുന്നതാണ് കർത്താവ്. വിവാഹത്തിൽ പിരിഞ്ഞിരിക്കുന്നവരെ കർത്താവ് അടുപ്പിക്കുന്നു. കർത്താവെ, അവരെ കർത്താവെ ഐക്യപ്പെടുന്നതിനോട് നന്ദി പറയുന്നു. അസ്ഥിക്കുഴകൾ നീരുള്ളവരെ, അസ്ഥി പൊടിഞ്ഞിരിക്കുന്നവരെ, ജോയിന്റ്സിന് പെയിൻ ഉള്ളവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് യൂറിയ ഉള്ളവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. അവർ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സേവന് കൗണ്ട് ഇല്ലാത്തവരെ, മൊബിലിറ്റി ഇല്ലാത്തവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അണ്ഡം കർത്താവെ ഉത്പാദിപ്പിക്കപ്പെടാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കിണറിൽ വെള്ളം ഇല്ലാത്തവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ആ പറമ്പ് ഉപേക്ഷിക്കാൻ പോകുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു. ആ പറമ്പ് വിറ്റ് മാറ്റാൻ ഉദ്ദേശിച്ചിട്ട് വിറ്റ് മാറാത്തവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. മെറ്റൽ അലർജി ഉള്ളവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളെയും കർത്താവേ, പത്തരത്തിലോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മക്കളെ ചാടിയിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ്, ബാങ്കുകളുമായിട്ട് ഇടപെട്ട് കർത്താവേ, സാമ്പത്തികത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി വന്നുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. അതിന്റെ പേര് വിഷമിക്കുന്നതിന് വഴി കാണാത്തവർ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സത്യം വലിയ ആവശ്യിക്കട്ടെ. സാക്ഷികളായി മാറ്റണമേ. ഈശോയെ ഇടപെടണമേ. ഈശോയെ ഇപ്പോൾ ഇടപെടണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കൈയുടെ മടക്കിനൊക്കെ എപ്പോഴും ചൊറിഞ്ഞു പൊട്ടുന്നവരെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ പഴുത്ത കുരുക്കള് ഇടക്കിടക്ക് ശരീരത്തിൽ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ കൂടുതൽ കുരുക്കൾ ഉണ്ടാകുന്നവരെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സാക്ഷികളാക്കണമേ. അടഞ്ഞു കിടക്കുന്ന കടകളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ചിലർ ഭീഷണി നേരിടുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈ തൊഴിൽ ചെയ്യത്തില്ല, തീക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഐശാചികമായി വട്ടം നിൽക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. കർത്താവേ, യുക്രൈനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മെഡിക്കൽ സ്റ്റുഡൻസ് കർത്താവേ, അവിടെ പഠിക്കുന്നവരുടെ കർത്താവേ, ലോകത്തിലുള്ള പല മെഡിക്കൽ സ്റ്റുഡൻസ് കർത്താവേ, അവിടെ പഠിക്കുന്നവരുടെ കർത്താവേ, അവിടെ പഠന സുരക്ഷയെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുക്രൈൻ എത്രയും വേഗം കർത്താവേ സമാധാനത്തിന് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ കർത്താവേ, ബ്രസ്റ്റ് നീര് കിട്ടിയിരിക്കുന്ന കണ്ണ് കർത്താവേ, അതിന്റെ കർത്താവേ വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റാതിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി അതിലേക്ക് ആവശ്യിക്കട്ടെ. ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കർത്താവേ, ഓരോ സ്ഥലങ്ങളിൽ അപേക്ഷയെല്ലാം കർത്താവേ കുട്ടപ്പ് ചെയ്തിരിക്കുന്നവരെ സഹോദരന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആൻസർ റിപ്ലൈ പ്രതീക്ഷിക്കുന്നവരെ കർത്താവേ സഹോദരൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സമ കർത്താവേ വരുമാനത്തിന്റെ ഉദ്യമങ്ങൾ ഇരിക്കുന്നവരെ കർത്താവേ സഹോദരൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാട്ടിലേക്ക് വരാൻ വേണ്ടി കർത്താവേ പരിശ്രമിച്ചിട്ട് കർത്താവ് നിയമക്കുരുക്കിൽ കർത്താവേ അകപ്പെട്ടിരിക്കുന്നവരെ കുരുക്കുകളെ യേശു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നടക്കാൻ പറ്റാത്തവരെ, പിടിച്ചു നടക്കുന്നവരെ, നടന്നു കഴിയുമ്പോൾ കിതക്കുന്നവരെ അവരെല്ലാം കർത്താവ് ഇപ്പൊ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥലത്ത് പോയിട്ട് ദിവസങ്ങളും മാസങ്ങളുമായിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, മുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവേ, പൂർണ്ണമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നവരെ, ഭാഗികമായി മുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവേ, എത്ര പേരിവിടെ അങ്ങ് സാക്ഷ്യം പറഞ്ഞു കർത്താവേ. അതുപോലെ കർത്താവേ, അതിന്റെ പേര് വിവാഹം നീണ്ടി പോകുന്നവരെ, നഷ്ടപ്പെടുന്നവരെല്ലാം അവരെല്ലാം കർത്താവേ വേറായിട്ടുള്ള കർത്താവേ ബാൾഡായിട്ടുള്ള കെട്ടി കർത്താവേ അങ്ങനെ കരങ്ങൾ വെക്കണമേ. വിശുദ്ധരത്തെ തലയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പുതിയ കുട്ടികളെ കർത്താവേ, തലമുടികൾ കർത്താവേ നിറഞ്ഞു വളർന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ചെവി കേൾക്കാൻ പറ്റാത്തവർ പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിക്കുന്നു. അല്ലുവേദനയുള്ളവർ പ്രാർത്ഥിക്കുന്നു. ഓണപ്പഴുപ്പുള്ളവർ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സത്യത്തോട് സ്പർശിക്കട്ടെ. ഞങ്ങളെ സാക്ഷികളായി മാറ്റുന്ന നന്ദി പറയുന്ന കർത്താവേ, സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്ന കർത്താവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. കർത്താവേ, അറിയാതെ മലമൂത്രങ്ങളൊക്കെ പോകുന്നവരെ ദിവസങ്ങളടുത്ത് പോകാതിരിക്കുന്നവരെ കർത്താവേ, ഒത്തിരിയേറെ വിമ്മിട്ട് അനുഭവിക്കുന്നവരെല്ലാം ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. ഓ ദിവ്യകാരുണ്യമേ, അങ്ങയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. മാരകമായ തടസ്സങ്ങൾ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. നന്ദി കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ തത്സമയ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. കർത്താവേ, ആരാധനയിലായിരിക്കുന്ന മക്കളെ അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഒരു സാക്ഷികളായി അങ്ങ് മാറ്റുന്നതിന് നന്ദി പറയുന്നു. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയിൽ ഓരോ നിയോഗങ്ങളെയും അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നു. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഈശോയെ ലൈറ്റേക്കാലിൽ പേരിട്ട് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ലോകത്തിൽ നാനാ ഭാഗങ്ങളില്ല ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്പർശിക്കും നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, വ്യത്യസ്തമായ നിയോഗങ്ങളും വിഷയങ്ങളും സമർപ്പിക്കുന്നവരെ അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. കർത്താവേ, മാറി താമസിക്കാൻ പറ്റാത്തവരെ ഹല്ലേലൂയ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒറ്റയ്ക്കും പാട്ടത്തും താമസിക്കുന്നവരെ കർത്താവേ, വാടക കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കൊടുക്കാൻ വേണ്ടി കർത്താവേ ഇറങ്ങാൻ പറ്റാത്തത് ഇടം കാണാത്തതുമായിട്ട് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങ് കടന്നു ചെല്ലണമേ. അവരുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന നന്ദി പറയുന്നു. അവരുടെ പടിയിൽ സമർപ്പിച്ച ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശോയെ. അതെല്ലാം ഇപ്പോൾ നന്ദി പറയുന്നു. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഈശോയെ സ്തോത്രം. കർത്താവേ, കർത്താവേ, അങ്ങ് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, ഇപ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കൾ അവരിപ്പോൾ ടൈപ്പ്
ആത്മീക നിയോഗങ്ങളെ അങ്ങേ താരിൽ ഓർക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈശോയെ ആരാധന. ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ നന്ദി കർത്താവേ. സ്തോത്ര ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ സാക്ഷികളായി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന.